people, so glad you are here on Amla Mithun. Welcome to my channel. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ചിക്കൻ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. 250 gram boneless chicken ഇട്ട് കൊടുക്കാം. 1/4 tablespoon turmeric powder, 1 tablespoon chili powder, 1 tablespoon chicken masala, 1 tablespoon garam masala, add 2 tablespoon corn flour and finally salt add ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ചിക്കനിൽ ഓൾറെഡി വെള്ളത്തിന്റെ അംശമുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടേബിൾസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് സോൾട്ട്, 2 ടേബിൾസ്പൂൺ മിൽക്ക്, 2 ടേബിൾസ്പൂൺ ബട്ടർ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 2-3 hours നമുക്ക് മാറ്റി വെക്കാം. മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടി മൈദപ്പൊടിയിൽ കുഴച്ചെടുക്കുക. കേക്ക് മോൾഡിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുഴച്ച് വെച്ച മാവിന് കേക്ക് മോൾഡിലോട്ട് വെച്ച് കൊടുക്കാം. മുകളിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 5 minutes പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 25 minutes മതി നമുക്ക് നല്ലതുപോലെ ബേക്ക് ചെയ്ത് കിട്ടാൻ. നല്ല സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ച് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് എന്ന് പറയുമ്പോൾ ക്രീം കേക്ക് അല്ല, ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബൺ കേക്ക് ആണ്. ബൺ കേക്കിന്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓരോ പീസസും 1 by 1 ആയിട്ട് വെച്ചു കൊടുക്കാം. എല്ലാ പീസസും നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഒരു 2 minutes നമ്മൾ ഇളക്കി കൊടുക്കരുത്. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സ്മെല്ല് വന്നപ്പോൾ തൊട്ട് മോനാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സ്മെല്ല് കൈകൊണ്ട് വീശിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ദെൻ ബൗളിൽ ചെറുതായി അരിഞ്ഞ ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത ഒരു ക്യാരറ്റ് ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്ത 1/2 കുക്കുംബർ ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബോയിൽഡ് എഗ് ഹെൽത്തി മയോണൈസ് ആണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കേക്കിലൊക്കെ വിപ്പിംഗ് ക്രീം ആണ് വെക്കാറ്. ഇവിടെ നമ്മുടെ കേക്ക് തന്നെ ഒരു ഡിഫറെന്റ് ആണ്. സ്വീറ്റ് ബണ്ണ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഷുഗർ അവോയ്ഡ് ചെയ്തതേ ഉള്ളൂ. ദെൻ കേക്ക് മോൾഡിലാണ് നമ്മളിത് തയ്യാറാക്കിയത്. ഇനി നമ്മുടെ മയോണൈസ് മിക്സ് കേക്കിൽ വെച്ച് കൊടുക്കാം. ദെൻ 1 tablespoon ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇനി വെച്ചു കൊടുക്കാം. ചിക്കൻ എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു. കട്ട് ചെയ്ത് കേക്കിന്റെ ലെയർ ഇനി മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് മയോണൈസ് കേക്കിന്റെ മുകളിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ക്രീം കേക്കിലൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് കവർ ചെയ്ത് സെറ്റ് ആക്കി എടുക്കും. സെയിം അതേ ടൈമിൽ നമ്മളിവിടെ മയോണൈസ് ആണ് യൂസ് ചെയ്യുന്നത്. കേക്കിന് മുകളിലായിട്ട് നമ്മൾ ഫുള്ള് മയോണൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേക്കിന്റെ സൈഡിലായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. കേക്കായാലും മയോണൈസ് ആയാലും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ വേഗം തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ചീസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്യാം. 2 minutes കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ട്രസ്റ്റ് മീ ഗായ്സ്, അത്ര നല്ല ടേസ്റ്റാണ്. സാൻഡ്വിച്ച്, ഷവർമ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ? എനിക്ക് സെയിം ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. അത്ര നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. നിങ്ങൾ തന്നെ പറയും ഷവർമയുടെയും ബർഗറിന്റെ ഒക്കെ സെയിം ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. Make it once, for sure you will like it. I hope this video is useful. If so, please like, share and subscribe for more easy recipes. Thank you.